വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 8-ാം തീയതി ജൂൺ മാസം 2026 രാവിലെ 7:38 ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ ലൈവിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ആരൊക്കെ നോക്കിയോ, ആരൊക്കെ ട്രൈ ചെയ്യുന്നു, അതും നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളിനെ വിശ്വസിച്ചിട്ട് അത് ബേസ് ചെയ്ത് ആരൊക്കെ നോക്കുന്നു അവർക്ക് നല്ല സക്സസ് കിട്ടിക്കാണും. കിട്ടിയ ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ടും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഇടാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തമ്പനയിലിട്ട് ഒരു മായാജാലം കാണിച്ച് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് നമ്മുടെ ചാനലിന് വ്യൂസും ലൈക്സും ഒക്കെ കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹമല്ല. പക്ഷെ ഇതിനകത്ത് ഇതുകൊണ്ട് ഒരു ഒരാള് പ്രയോജനപ്പെട്ടാൽ തന്നെ അത് എൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യത്തിൽ ഈ ചാനൽ തുടങ്ങാൻ കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ ആൾക്കാരും പേടിയില്ലാതെ ഫിയർലെസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അതൊരു പാസീവ് ഇൻകം ആയാലും അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് എടുത്താലും അവർക്ക് നല്ലതാണ്. ഇതിനകത്ത് നിഫ്റ്റി സ്പോട്ട് 23,366.70 ക്ലോസ് ചെയ്തേക്കുന്നത്. കണ്ടിന്യൂഷൻ ആണെങ്കിൽ 23,450. ഏറെക്കുറെ ഒരു 100 പോയിന്റിന്റെ ഡിഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളും പിന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ ഇപ്പം നിൽക്കുന്നത് 23,400 നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു 3 സെഗ്മെന്റ് ആയിട്ടാണ് ഇവര് ഡ്രൈവ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഒരു ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയുടെ ഡീറ്റെയിൽസ് മാത്രം നോക്കുക. അതല്ലാതെ നിങ്ങൾ വീക്കിലിയോ ഡേ ക്യാൻഡിൽ വരയ്ക്കും നോക്കാം, അല്ലെങ്കിൽ ഡേ പ്രൊഫൈൽ വരയ്ക്കും നോക്കാം. വീക്കിലി നോക്കിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് ഇൻട്രാഡേ ആണ്. നമ്മൾ വാങ്ങിക്കും. ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ റെയർ കേസാണ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഹോൾഡ് ചെയ്യണത്. മാക്സിമം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റോ ലോസോ ബുക്ക് ചെയ്ത് ഇറങ്ങും. ഇതൊരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറോ ഓപ്ഷൻ ബയറോ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി നിങ്ങൾക്ക് നല്ലതാണ്. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം. ഈ ഓപ്ഷൻ ബയ്യറോ ഓപ്ഷൻ സെല്ലറോ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വീണ്ടും ഉറപ്പിക്കുക. നിങ്ങൾക്ക് ഫ്രഷ് ബയർ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ചാർട്ടിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ചാർട്ടിൽ കാണാൻ പറ്റില്ല. ഫ്രഷ് ബയ്യർ ഇവിടെ വരൂല. ഫ്രഷ് ബയ്യർ ഇതിന്റെ മൊമെന്റം എവിടെ നടക്കുന്ന വെച്ചാൽ സ്റ്റോക്കിൽ നടക്കുന്ന മൊമെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചർ ബൈ ചെയ്യുന്ന ആൾക്കാർ കാണും. പക്ഷെ ഓപ്ഷൻ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഉറപ്പിക്കേണ്ടത് ഇതിനകത്ത് ഡോമിനന്റ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഉറപ്പിക്കുക. നിങ്ങൾ വിശ്വസിക്കുക, ഉറപ്പിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് ഓപ്ഷൻ സെല്ലർ ഇറങ്ങുമ്പം അവർ ബൈ ചെയ്യും. അവർ ഫ്രഷ് ബയർ ആവൂല. ഫ്രഷ് ബയർ ഒരിക്കലും അവരാവൂല. മനസ്സിലായില്ലേ? അവര് ആദ്യത്തെ അവരുടെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ല് ചെയ്യുക, 2 സ്ട്രൈക്ക് 4 സ്ട്രൈക്ക്, അങ്ങനെ ഹെഡ്ജിങ്. ഇതിന് കുറെ പേരൊക്കെ പറയും. ബട്ടർഫ്ലൈ എന്ന് പറയും, മനസ്സിലായില്ല, അയൺ കോൺട്ര എന്ന് പറയും, പിന്നെ സ്ട്രാഡിൽ എന്ന് പറയും, സ്ട്രാങ്കിൾ എന്ന് പറയും. ഈ പേരുകളുണ്ടൊന്നും ഒരു കാര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ സ്ട്രാഡിലാണെങ്കിൽ 2 സ്ട്രൈക്ക്, സ്ട്രാങ്കിളാണെങ്കിൽ 2 സ്ട്രൈക്ക്, അങ്ങനെ ഹെഡ്ജിങ് എന്ന് പറയുന്ന പേരൊക്കെ പറയും. അതിലതൊന്നും ഒരു കാര്യമില്ല. നേക്കഡ് എന്ന് പറയും. നേക്കഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്ട്രൈക്ക് വാങ്ങിക്കണം. നമ്മൾ ഒരു സ്ട്രൈക്ക് വാങ്ങിക്കുന്നില്ലേ, നമ്മുടെ പി വാങ്ങിക്കുന്നില്ല, അതേപോലെ അവർ പി സെല്ല് ചെയ്യും, പി മാത്രം സെല്ല് ചെയ്യും. അതിന് ഉടനെ ഒരു പേര് കൊടുക്കുകയാണ് നേക്കഡ് സെല്ലിങ്. ഇതെന്താണ്? ഒരു കണക്ടിവിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവര് മാർക്കറ്റിൽ പറയുന്നതും ഈ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും, ഇംഗ്ലീഷ് വേർഡ് ഇട്ടിട്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തൊന്നും പോയി വിടരുത്. കാര്യം മനസ്സിലാക്കുക. കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഒരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ സെല്ലറാണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. അവർ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ അവരുടെ കൂടെ കയറുക. കാര്യത്തിൽ അവർ ബൈ ചെയ്യും, നമ്മളും ബൈ ചെയ്യും. മാർക്കറ്റ് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് പോകും, താഴോട്ടാണെങ്കിൽ താഴോട്ട് പോകും. അതാണ് നടക്കുന്നത്. ഓക്കെ, ഇന്ന് പോയിന്റ് ഓഫ് കൺട്രോൾ 138. അത് ശ്രദ്ധിക്കുക. നാളെ വീക്ക്ലി കോൺട്രാക്ടിന്റെ എക്സ്പയറി ആണ്. ജൂൺ മാസത്തെ ആദ്യത്തെ ആഴ്ചന്റെ വീക്ക്ലി കോൺട്രാക്ടിന്റെ എക്സ്പയറി ആണ് നാളെ ചൊവ്വാഴ്ച. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കുന്ന ഇങ്ങനെയാണ്. ഈ ലെവൽ വീണ്ടും നിൽക്കുന്നത്. ഇതിനകത്ത് VDD എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നത് ഒരു
അത് ഓർഡർ ഫ്ലോയും വോളിയം പ്രൊഫൈലിൻ്റെ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, സിംപ്ലിഫൈ ചെയ്താണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ലെവൽ ശ്രദ്ധിക്കുക. ഇത് ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. അതും നിങ്ങൾ എന്തുകൊണ്ടാണ് 15 മിനിറ്റ് എന്ന് വെച്ചാൽ ഈ ബൾക്ക് ഓപ്ഷൻ സെല് ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യുന്നാൽ അവർക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് കുറച്ച് ആ പ്രൈസ് വരണം, ആവറേജ് ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് സമയം എടുക്കും. അപ്പൊ അതിന് നമ്മൾ ഒരു മിനിമം ഒരു 15 മിനിറ്റിന്റെ സമയം ക്യാൻഡിൽ സ്റ്റിക്ക്. ഇത് കുറെ വർഷങ്ങളായിട്ട് എന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഓപ്ഷൻ സെല്ലറിനെ പഠിക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിനെ പഠിക്കണം. അതനുസരിച്ച് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇന്നത്തെ ലെവൽസ്. ഈ ലെവൽസ് നോക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.